Dear students, we work MLT 4th സെമ്മിലെ ബയോകെമിസ്ട്രി മെറ്റാബോളിസം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി പ്രൊഫൈൽ ടെസ്റ്റ് ആണ് ഈ ഒരു ഓഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് മെയിൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വന്ധ്യത എന്നുള്ളതാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് മെയിൽസിൻ്റെ ഇൻഫെർട്ടിലിറ്റിനെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സെമൻ അനാലിസിസുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫെർട്ടിലിറ്റി നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. പിന്നെ റിപ്പീറ്റ് ആഫ്റ്റർ 6 വീക്സ്, നമ്മൾ ഒറ്റ തവണ മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് റിപ്പീറ്റായിട്ട് 6 ആഴ്ചകളിൽ നമുക്ക് എന്ത് നോക്കണം, ഇവരുടെ സെമൻ്റെ അനാലിസിസുകൾ ചെയ്യണം. അതുപോലെ അത് അബ്നോർമൽ ആണെങ്കിൽ നമ്മൾ LH, FSH, ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റുകളും പ്രൊലാക്റ്റിൻ, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകളും പിന്നെ അസോസ്പെർമിയ പ്രസൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ. അസോസ്പെർമിയ എന്ന് പറഞ്ഞാൽ ഒരു സ്പെം പോലും അതിൽ കാണാനായിട്ട് പറ്റാത്ത അവസ്ഥയാണോ എന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് കാണുന്നുണ്ടോ, കാരിയോടൈപ്പിംഗ്, അതായത് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ക്ലിനിഫെൽറ്റർ സിൻഡ്രോം കണ്ടീഷനാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ടെസ്റ്റിക്കുലർ ബയോപ്സിക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൽസിന് ഇൻഫെർട്ടിലിറ്റി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി, ഫീമെയിൽസിനാണ് ഈ വന്ധ്യത വന്നിട്ടുള്ളത് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, അതുപോലെ തന്നെ LH, ലൂട്ടിനൈസിങ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, പിന്നെ TSH, ടെസ്റ്റോസ്റ്റിറോൺ, SHBH, പിന്നെ ട്രാൻസ് വജൈനൽ US, CT or MRI, പിറ്റ്യൂട്ടറി, കാരിയോടൈപ്പിംഗ് പിറ്റ്യൂട്ടറി ആൻഡ് ഓവുലേറ്ററി ബയോമാർക്കേഴ്സ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ എന്താണ് ഇതിന് മെയിനായിട്ടുള്ള കാരണം ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ ഇൻക്ലൂഡ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, PCODs ഉള്ളവരിൽ ഇതുപോലെ തന്നെ കൂടുതലായിട്ട് വന്ധ്യതകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോതലാമിക് അമ്നോറിയ കണ്ടീഷനിൽ നമ്മളിതുപോലെ തന്നെ എന്ത് കാണുന്നുണ്ട്, നമുക്ക് അതായത് മെൻസസ് ഇല്ലാത്തവരിൽ അവർക്ക് കുട്ടികൾ വന്ധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീമെച്യൂർ ഒവേരിയൻ ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് വരുന്നത്, ഈ ഒരു വന്ധ്യത കണ്ടുവരുന്നത്. ഓവറി ഫങ്ഷനാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓവറി ഫങ്ഷനിൽ വരുമ്പോൾ ഫോളിക്കൽ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ അഥവാ ലൂട്ടിനൈസിങ് ഹോർമോൺ, അതുപോലെ തന്നെ ഓസ്ട്രാഡിയോൾ, ഇതൊക്കെ നമ്മുടെ ഓവുലേറ്ററി സൈക്കിളിനെ സ്വാധീനിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള അളവുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫോളിക്കുലാർ ഫേസ്, അതായത് ദേ ആർ ബെസ്റ്റ് ഇവാലുവേറ്റഡ് ഇൻ ദ ഏർലി ഫോളിക്കുലാർ ഫേസ്, അതായത് 2 to 6 ഡേയ്സിന് ഇടയിലായിട്ട് അല്ലെങ്കിൽ മെൻസസിൻ്റെ ആ ഒരു ഡേയ്സുകളിലൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, ഹോർമോൺസിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ആൻ ഇലവേറ്റഡ് FSH ലെവൽ early in the follicular phase is indicative of a low ovarian റിസർവ്. നെക്സ്റ്റ് പറയുന്നത് ഓവുലേഷൻ പ്രെഡിക്റ്റർ ആണ്. ഓവുലേഷൻ പ്രെഡിക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ LH ഹോർമോണിനെയാണ് പറയുന്നത്. പിന്നെ വൈൽ ദ മെഷർമെൻറ്റ് ഓഫ് LH പ്ലസ് പ്രീ ഓവുലേറ്ററി ഈസ്ട്രജൻ ഈസ് ദ ബെസ്റ്റ് പ്രെഡിക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് LH ഹോർമോണും അതുപോലെ തന്നെ നമുക്ക് ഈസ്ട്രജനൊക്കെ നമുക്ക് അതായത് നമുക്കൊരു എന്താ പറയുക, മെൻസസ് ഒക്കെ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസിന് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസുകൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ പ്രൊലാക്റ്റിൻ ടെസ്റ്റിങ്ങുകൾ നമുക്ക് ചെയ്യാം. അതിൽ പ്രൊലാക്റ്റിനിൽ ഇപ്പോൾ ഹൈപ്പർ പ്രൊലാക്ടോണമിയ കണ്ടീഷൻസ് വന്നിട്ടുണ്ടോ സ്ത്രീകളിൽ. It can be measured any time during the day or in menstrual cycle. Consider a follow-up CT or MRI of pituitary. If pituitary macroadenoma is suspected, അതായത് നമുക്ക് പ്രൊലാക്റ്റിൻ്റെ അളവുകൾ കൂടുതലുണ്ടോ ഇല്ലെങ്കിൽ കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിപ്പോൾ നമുക്ക് മെൻസസ് ഡേയിലാണെങ്കിലും അഥവാ നമുക്ക് എന്താ പറയുക, സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് സ്ത്രീകളിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ CT അല്ലെങ്കിൽ MRI സ്കാനിങ്ങൾ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് വേണ്ടിയിട്ട് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും മാക്രോ എഡിനോമ കണ്ടീഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെർട്ടിക്കുലർലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അമ്നോറിയ, ഗാലക്ടോറിയ, വിഷ്വൽ ഫീൽഡ് അബ്നോർമാലിറ്റീസ് ഓർ ഹെഡ് ഏക്സ് വിത്ത് വാറൻറ്റ് റെഫറൽ ടു എൻഡോക്രൈനോളജി. അതുപോലെ തന്നെ നമുക്ക് ഹോർമോൺ സംബന്ധമായിട്ട് ഇപ്പോൾ അമ്നോറിയ കണ്ടീഷൻ,
അതുപോലെ തന്നെ ഗാലക്ടോറിയ കണ്ടീഷൻ, അമ്നോറിയ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, മെൻസസ് ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ വിഷ്വൽ ഫീൽഡ് അബ്നോർമാലിറ്റീസ്, നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, തലവേദനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എൻഡോക്രൈനോളജി, നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് TSH ആണ്. TSH നമുക്ക് ഓൾസോ റെക്കമെൻഡഡ് ടു എക്സ്ക്ലൂഡ് ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ അളവിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒവേറിയൻ റിസർവ് ആൻഡ് AMH ടെസ്റ്റിങ്ങുകൾ ചെയ്യുക. അതുപോലെ തന്നെ ലോ സിറം ലെവൽസ് ഓഫ് AMH ഈ സജസ്റ്റീവ് പുവർ ഒവേരിയൻ റിവേഴ്സ്, അതായത് നമുക്ക് ഈ ഒരു അപ്പോൾ AMHൻ്റെ അളവൊക്കെ നമുക്ക് എന്താണ് വളരെ കുറവൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒവേരിയൻ റിവേഴ്സ് കണ്ടീഷനുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഹൈ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം ഉണ്ടാവാനായിട്ട് സാധ്യതകളുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൈമറി അമ്നോറിയ കണ്ടീഷനാണ്. പ്രൈമറി അമ്നോറിയ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ നമുക്ക് പീരീഡ്സൊക്കെ മിസ്സായി പോകുന്ന കണ്ടീഷനാണ്. ഇതിൽ നമുക്ക് എന്താണ് ആഫ്റ്റർ എക്സ്ക്ലൂഡിങ് പ്രഗ്നൻസി പിറ്റ്യൂട്ടറി ആൻഡ് ഒവേറിയൻ ഹോർമോൺ ടെസ്റ്റിംഗ് ഈസ് വാറൻറ്റഡ്. അതായത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റുകൾ ചെയ്യുക, അതായത് പീരീഡ്സ് ഇപ്പോൾ നമുക്ക് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് എന്താ പറയുക, 1-2 മാസങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ പീരീഡ്സ് മിസ്സായി പോവുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ആൻഡ് ഒവേറിയൻ ഹോർമോൺ ടെസ്റ്റിങ്ങുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കാരിയോ ടൈപ്പിംഗ് chromosomal genetic analysis should be performed in women with ambiguous genitalia or evidence of primary ovarian insufficiency or clinical features suggestive of Turner syndrome. അതുപോലെ തന്നെ നമുക്ക് ക്രോമസോം ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ജനറ്റിക് അനാലിസിസുകൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോക്കുന്നതാണ്. ഇപ്പോൾ ടർണർ സിൻഡ്രോം പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡറി അമ്നോറിയ കണ്ടീഷനാണ്. സെക്കൻഡറി അമ്നോറിയ കണ്ടീഷൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസി കണ്ടീഷനിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, ഇപ്പോൾ പ്രഗ്നൻസി വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ക്രോണിക് ഗോണാഡോട്രോപ്പിൻ വേർ എ റിസൾട്ട് 25 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഏർലി പ്രഗ്നൻസി. അതായത് നമുക്ക് പ്രഗ്നൻസി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ക്രോണിക് ഗോണാഡോട്രോപ്പിനായിട്ടുള്ള HCGയുടെ അളവ് നമുക്ക് 25 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി മെനോപോസ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് മോണിറ്ററിങ് ചെക്ക് റിക്വയർഡ് ഫോർ ബോത്ത് FSH ആൻഡ് E2. നമുക്ക് FSHും അതുപോലെ തന്നെ E2 ലെവലുകൾ നോക്കാം. മെനോപോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുക, അതായത് നമ്മുടെ മെൻസസ് നിന്നോ എന്നുള്ളതാണ് മെനോപോസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതർ മെഡിക്കൽ കോസസ് ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ്, അതായത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സർജറിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ വന്നത് മൂലം എന്ത് സംഭവിക്കാനായിട്ടുള്ള സാധ്യത, മെൻസസ് നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ്.